ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ പാസാക്കി. ഇന്ത്യയിലെത്തുന്ന വിദേശ പൌരന്മാരുടെ നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ജമ്മുകശ്മീരിലെ കത്വയിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് വീരമൃത്യു. 2030ഓടെ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ വർദ്ധിപ്പിക്കുക ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിലെ 82% പൊതുജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം അപകടകരമായ അളവിലെന്ന് മന്ത്രി എം ബി രാജേഷ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം. ലോക്സഭ പാസാക്കിയ ധനബില്ലും ധനവിനിയോഗ ബില്ലും ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭ ലോക്സഭയ്ക്ക് തിരിച്ചയച്ചതോടെയാണ് ബജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം പൂർത്തിയായത്. നികുതി ഉറപ്പുവരുത്തുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയാണ് 2025 ധനകാര്യ ബില്ലിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കവെ പറഞ്ഞു. If you're earning up to 12 lakhs, you don't pay anything. If you earn more than that, the rates have been brought down and the slabs have also been made to smoothly move from one to another without huge jumps. Absolute simplification. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ പാസാക്കി. ഇന്ത്യയിലെത്തുന്ന വിദേശ പൌരന്മാരെ നിരീക്ഷിക്കുന്നതിന് വിശദവും ഘടനാപരവുമായ സംവിധാനം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 के हमारे लक्ष्य के अंदर एक सशक्त अप्रवासन नीति का बहुत बड़ा महत्व है और अप्रवासन एवं विदेशियों विषयक विधेयक 2025 प्रणाली को सिंप्लीफाई करेगा, स्ट्रीमलाइन भी करेगा, सिस्टमेटिक बनाएगा और सिक्योर भी करेगा. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വളർച്ചയ്ക്കും സംഭാവന നൽകാൻ ഇന്ത്യയിലേക്ക് വരുന്നവരെ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്നതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം രാജാവ് ഫിലിപ്പയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തിപ്പെടുത്തൽ, വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കൽ, സുസ്ഥിര സഹകരണം എന്നിവ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അടുത്തിടെ ആസ്ട്രിഡ് രാജകുമാരി നയിച്ച ഇന്ത്യയിലേക്കുള്ള ബെൽജിയൻ സാമ്പത്തിക ദൌത്യത്തെയും ശ്രീ മോദി അഭിനന്ദിച്ചു. ജമ്മുകശ്മീരിലെ കത്വയിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 സൈനികർ വീരമൃത്യു വരിച്ചു. ജുദാനയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഒരു ഡിവൈഎസ്പി ഉൾപ്പെടെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഭീകരർക്കായി ഇന്നലെ രാവിലെ ആരംഭിച്ച തെരച്ചിലാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ഉബറിന്റെയും ഓലയുടെയും മാതൃകയിൽ കേന്ദ്ര സർക്കാർ സഹകരണ ടാക്സി സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. സഹകർ സേ സമൃദ്ധി പദ്ധതിയുമായി പൊരുത്തപ്പെടുന്നതായിരിക്കും ഈ സംവിധാനമെന്ന് ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ അദ്ദേഹം അറിയിച്ചു. ലാഭം നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭ്യമാക്കുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും ശ്രീ ഷാ പറഞ്ഞു. നാഗ് മിസൈൽ സിസ്റ്റം, 5000 ലൈറ്റ് വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി 2500 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. നാഗ് മിസൈലിന്റെയും ലൈറ്റ് വാഹനങ്ങളുടെയും സംഭരണം, തദ്ദേശീയവൽക്കരണവും ദേശീയ പ്രതിരോധ ഉപകരണ നിർമ്മാണ ശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ ഘടകങ്ങളുടെ നിർമ്മാണത്തിലൂടെ എംഎസ്എംഇ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. നാഷണൽ അവാർഡ്സ് പോർട്ടലിലൂടെ അടുത്ത മാസം 1 മുതൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച 5നും 18നും വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. ജൂലൈ 31 അവസാന തീയതി. ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോൺ 5 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്ത മാസം 1 ഇന്ത്യയിലെത്തും. മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തെ അനുഗമിക്കും. പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷം ബോറിക് ഫോണിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഏപ്രിൽ 1 തുടർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒരുക്കുന്ന അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുക്കും. ആഗ്ര, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിലും ചിലി പ്രസിഡന്റ് സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി സമർപ്പിക്കാം. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മറ്റന്നാളാണ് പരിപാടിയുടെ 120ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. 2030ഓടെ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ദൃഢമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയും റഷ്യൻ കൌൺസിലും സംഘടിപ്പിച്ച യോഗത്തെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. Further enhancement of the special and privileged strategic partnership between India and Russia continues to be a shared foreign policy priority. This relationship, with deep historical roots and a long tradition of trust and mutual respect, continues to expand and deepen in the backdrop of a dynamic world order. Friends, India and Russia have set an ambitious target of increasing bilateral trade to $100 billion by 2030. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം 16.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൌ മറികടന്നു. IPLൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു FCയും മുംബൈ സിറ്റി FCയും ഏറ്റുമുട്ടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. കേരളത്തിലെ 82% പൊതുജലാശയങ്ങളിലും 78% കിണറുകളിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം അപകടകരമായ അളവിലാണെന്ന് മന്ത്രി MB രാജേഷ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനും കേരള പത്രപ്രവർത്തക യൂണിയനുമായി സഹകരിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശുചിമുറി മാലിന്യം പുഴയിലും കായലിലും മറ്റ് ജലസ്രോതസ്സുകളിലും തള്ളുകയാണെന്നും കരിമീനൊക്കെ കഴിക്കുമ്പോൾ അത് ഓർമ്മയിൽ വേണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നഗരസഭയെ അതിദാരിദ്ര്യ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തലശ്ശേരി നഗരസഭയിൽ 104 കുടുംബങ്ങളായിരുന്നു അതിദാരിദ്ര്യ വിഭാഗത്തിലുണ്ടായിരുന്നത്. ഹ്രസ്വകാലയളവിൽ നടപ്പിലാക്കാവുന്ന പദ്ധതികൾ, ഉടൻ നടപ്പിലാക്കുന്നവ, ദീർഘകാല പദ്ധതികൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ചാണ് മൈക്രോ പ്ലാൻ സേവനങ്ങൾ ലഭ്യമാക്കിയത്. അവകാശരേഖകൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ആവശ്യമായ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുക എന്നിവയും നടത്തി. 50 കുടുംബങ്ങൾക്ക് 2023 നവംബർ മുതൽ എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റും, ചികിത്സ ആവശ്യമുള്ള 100ഓളം പേർക്ക് ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമാനം ആവശ്യമുള്ള ഗുണഭോക്താക്കൾക്ക് തൊഴിലും നൽകിയിരുന്നു. ലഹരിക്കെതിരെ നിരന്തര ജാഗ്രത പാലിക്കണമെന്നും പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മെഡിക്കൽ ഓക്സിജൻ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച ദേശീയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന ശില്പശാലയിലാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. രാജ്യത്തെ മെഡിക്കൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണ മേഖലകളിലുടനീളം ഏകീകൃത ഓക്സിജൻ മാനേജ്മെന്റ് മികച്ച രീതികൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. വൈറ്റ് ഹൌസിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിക്ക് പിന്തുണ നൽകിയതിന് അമേരിക്കയിലെ മുസ്ലിം വിഭാഗത്തിന് ട്രംപ് നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ പാസാക്കി. ഇന്ത്യയിലെത്തുന്ന വിദേശ പൌരന്മാരുടെ നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ജമ്മു കശ്മീരിലെ കത്വയിൽ സുരക്ഷാസേന 3 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് വീരമൃത്യു. 2030ഓടെ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ വർദ്ധിപ്പിക്കുക ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിലെ 82% പൊതുജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം അപകടകരമായ അളവിലെന്ന് മന്ത്രി MB രാജേഷ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.